പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ഒരു ഒരുക്ക ധ്യാനമായിട്ട് നമ്മൾ കുറേ ഞായറാഴ്ചകളായി നമ്മൾ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ ഞായറാഴ്ചയുടെ ഒരുക്കമായി നമ്മൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടെ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തലകളെ വണങ്ങാം. നിങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി നൽകിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരാരാധനയിലൂടെ പങ്കെടുക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ നാളുകളിൽ എത്രയോ പേർ അവിടുത്തെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. കർത്താവ് വീണ്ടും വിശുദ്ധീകരണത്തിനും ധ്യാനത്തിനുമായി ഞങ്ങളെ ഭൂമിയിൽ നീക്കി വച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും പ്രവർത്തിക്കാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്ലീബാ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നാളെ ഞായറാഴ്ച. നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ഒരുക്കപ്പെട്ട സ്ലീബായെ കണ്ടെടുത്തതിന് ശേഷമുള്ള, അതിൻ്റെ ഓർമ്മ ആചരിച്ചതിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. പ്രാർത്ഥനയോടെ ഇരിക്കണം. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സാധിക്കുന്നവരൊക്കെ വചനം കുറിച്ച് വെച്ച് പിന്നീട് വായിച്ച് ധ്യാനിക്കുക. സ്ലീബായ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച. സന്ധ്യയുടെ വായന എങ്ങനെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 34 മുതൽ 15-ാം അധ്യായത്തിൻ്റെ 11 വരെ വാക്യങ്ങളാണ്. അതുതന്നെയാണ് പ്രഭാതത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് 15-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വായന 12 മുതൽ 20 വരെ വാക്യങ്ങളും 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളും. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏവൻഗേലിയോനിലും അതുതന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെ വാക്യങ്ങളാണ് ഏവൻഗേലിയോൻ വായനയുമായിട്ട്. അതുകൊണ്ട് നമുക്കത് സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും ഏവൻഗേലിയോൻ്റെയും ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു, ഒരേ തുടർന്ന് വചനങ്ങളായതുകൊണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള വായനകൾ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെ വാക്യങ്ങളും, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ വാക്യങ്ങളും, ജ്ഞാനത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ മഹാജ്ഞാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ വാക്യങ്ങളും, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 48-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെ വാക്യങ്ങളുമാണ് പഴയ നിയമവായനയിൽ. 4 വായനയുണ്ട് ഈ പ്രാവശ്യം പഴയ നിയമവായന ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ വായന. രണ്ടാമത്തെ വായന പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വാക്യങ്ങളും 3-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷം അല്ലെങ്കിൽ ഏവൻഗേലിയോൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധ മത്തായി 16-ൻ്റെ 5 മുതൽ 12 വരെ വാക്യങ്ങൾ. ഇത്തരം വായനകളാണ് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ പഴയ നിയമ വായനയിൽ നിന്ന് തുടങ്ങാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മറ്റ് 3 സുവിശേഷം 3-ഉം ഒരേ തുടർ വായനകളായതുകൊണ്ട് നമുക്കതിൻ്റെ ലാസ്റ്റ് സുവിശേഷത്തെക്കുറിച്ച് പറയുന്ന, എവൻഗേലിയോനെ കുറിച്ച് പറയുന്ന ഭാഗത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പൂർവ്വപിതാവായ യോസേപ്പിൻ്റെ അടുക്കൽ തങ്ങളുടെ സഹോദരങ്ങൾ
ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് പോകുന്ന ഭാഗമാണ്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ സഹോദരങ്ങൾ യൗസേപ്പുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ യൗസേപ്പ് സഹോദരങ്ങളെ തിരിച്ചറിയുന്നു. എന്നാൽ സഹോദരങ്ങൾക്ക് യൗസേപ്പിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന കാര്യത്തിന് വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ യൗസേപ്പ് പറയുന്നു, നിങ്ങൾ ചാരന്മാരാണ്, നിങ്ങൾ ദേശം ഉറ്റുനോക്കാൻ വന്നവരാണ് എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 42:9 മുതൽ 17 വരെ വാക്യങ്ങൾ. യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളെ സംശയിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവരുടെ കൂടെ 10 പേരുള്ളൂ. അവർ പറഞ്ഞത് ഞങ്ങളുടെ അപ്പന് ഞങ്ങൾ 12 മക്കളാണ്, ഒരാൾ ജീവിച്ചിരിപ്പില്ല, ഒരാൾ അപ്പൻ്റെ കൂടെയാണെന്നാണ്. പക്ഷേ യൗസേപ്പിന് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഇവരെ വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് വേറെ രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ചാരന്മാരാണ്, ദേശം ഉറ്റുനോക്കം വന്നവരാണെന്ന് പറയുക. എന്നിട്ട് അവരെ തടങ്കലിൽ വെക്കുകയാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ജോസഫിൻ്റെ സഹോദരൻ ഒരമ്മയ്ക്കുണ്ടായ റാഹേലിലുണ്ടായ മക്കളാണ് ജോസഫും ബെഞ്ചമിനും. ഈ ബെഞ്ചമിനെയാണ് ഇവരുടെ കൂട്ടത്തിലില്ലാത്തത്. ബാക്കിയുള്ളവരൊക്കെ പരിചാരികമാരുടെയും ലേയുടെ മക്കളാണ്. റാഹേലിൻ്റെ മക്കൾ ജോസഫും ബെഞ്ചമിനുമാണ്. അവരാണ് ഒരു വയറിൽ നിന്ന്, ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വന്നത്. ബെഞ്ചമിനെ കാണാതായപ്പോൾ സംശയം തോന്നിയ ജോസഫ് അവരെ തടങ്കലിൽ വെക്കുകയും പിന്നീട് അവരെ പറഞ്ഞയക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. കൂട്ടത്തിൽ 9 പേരെ പറഞ്ഞു വിടുന്നു, ഒരാളിവിടെ നിർത്തുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലത്തും നമ്മളെ ആ തെറ്റ് വേട്ടയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷയാണെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ എന്തായാലും വരും. ഇവിടെ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ പശ്ചാത്തപിക്കാനും അനുദപിക്കാനും ശ്രമിക്കുക. ഹല്ലേലൂയ. വീണ്ടും രണ്ടാമത്തെ വായനയായിട്ട് അവിടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ വാക്യങ്ങളാണ്. അവിടെ സോളമൻ ജനത്തെ നയിക്കാനുള്ള കൃപ, വിവേകം കർത്താവിനോട് ചോദിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ ഭാഗ്യം, 5 മുതൽ 9 വരെ വാക്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. രാജ്യഭാരം ഏറ്റെടുക്കുന്ന സോളമൻ ജനത്തെ നയിക്കാൻ വേണ്ടതായ വിവേകം ദൈവത്തോട് ചോദിക്കുന്നു. ഈ ഭാഗം തന്നെ 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. ജനത്തെ നയിക്കാൻ വേണ്ട ജ്ഞാനം. എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്, നിനക്ക് പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിൻ്റെ മകൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വാക്യങ്ങളാണ് വായിക്കുന്നത്. അവിടെ വച്ച് രാത്രി സോളമന് കർത്താവ് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്തൊരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാൽ. ഇതാണ് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ. ഈ ഭാഗം തന്നെ ദിനവൃത്താന്ത പുസ്തകം 2-ാം ദിനവൃത്താന്തം 1-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ദൈവമേ നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ,
നിൻ്റെ വിവേകം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. സോളമൻ ചോദിച്ചു. സോളമൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി അത് നൽകപ്പെടുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീ വേറൊന്നും ചോദിക്കാഞ്ഞുകൊണ്ട് നിനക്ക് സമൃദ്ധമായി നൽകുന്നു, ഒപ്പം തന്നെ നിനക്ക് രാജ്യവും സമ്പത്തും തരുന്നു എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ വായനയിലൂടെ നാം ദൈവത്തോട് ചോദിക്കുക: ദൈവമേ, എൻ്റെ കുടുംബം പോറ്റാനുള്ള, കുടുംബം നടത്താനുള്ള വിവേകം എനിക്ക് നൽകണമേ. എൻ്റെ മക്കളെ വളർത്താനുള്ള വിവേകം എനിക്ക് നൽകണമേ. എൻ്റെ സമൂഹത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ എനിക്ക് വിവേകത്തോടു കൂടി പെരുമാറുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ വായന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ. അവിടെ പറയുന്ന എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ്. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ്. അധികാരികൾ ആര് തന്നെയായാലും ദൈവത്തിൽ നിന്ന് ജ്ഞാനം ചോദിച്ച് വാങ്ങണം. അതിനോട് ചേർന്നൊരു വചനം കൂടി നമുക്ക് പറയാം. റോമാലേഖനം 13:1. അത് ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ്. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളത്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പ്രിയമുള്ളവരെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ, അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളും എല്ലാ ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. അതുകൊണ്ട് നേതാക്കന്മാർ, രാജാക്കന്മാരൊക്കെ ആയിട്ടുള്ളവർ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചറിഞ്ഞിരിക്കണം. ദൈവത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നേടേണ്ടതുണ്ട്. ആര് തന്നെയായാലും ദൈവത്തിൽ നിന്നും 3 കാര്യങ്ങൾ. അതാണ് ദൈവം തൻ്റെ ചായലും സദൃശത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുകാരാകുക. അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കണം. 1, ചിന്തയിൽ ദൈവിക ജ്ഞാനം കൊണ്ടെന്നറിയാം. ചിന്ത പല രീതിയിലും വരും. സാത്താൻ നമുക്ക് ചിന്ത തരും, മനുഷ്യൻ ചിന്തിപ്പിക്കും. പക്ഷെ നമ്മുടെ ചിന്തയിൽ ദൈവിക ജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും ഒന്നായിരിക്കണം. അപ്പോൾ ചിന്തയിൽ ദൈവിക ജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്, നമുക്ക് ഒരു ഹൃദയവിശുദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്, നീതിബോധം, ഇക്വാലിറ്റി, എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു അവബോധം. ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള ദൈവസ്വഭാവം. ദൈവത്തിലുള്ള ദൈവസ്വഭാവം നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. അതിനാണ് യേശുക്രിസ്തു ലോകത്തേക്ക് വന്നതും യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് അതാണ്, ഈ ചിന്തയിൽ ദൈവിക ജ്ഞാനം. യേശു പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പിതാവാണ്. എൻ്റെ പിതാവ് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞു. പിതാവും യേശു ഒന്നാണ്. അതുകൊണ്ട് ചിന്തയിലെപ്പോഴും ദൈവിക ജ്ഞാനമാണ് ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ ശലോമോൻ പോലും ആ കാലത്ത് ദൈവത്തോട് ചോദിച്ച് ഈ ജ്ഞാനമാണ്. രണ്ടാമത്തെ കാര്യം ഹൃദയവിശുദ്ധി. എപ്പോഴും ഒരു ഭരണാധികാരിക്കും അല്ലെങ്കിൽ ഒരു കുടുംബനാഥനൊക്കെ ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഹൃദയവിശുദ്ധി. മൂന്നാമത്തെ, നീതിബോധം. എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട്, ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് കാണിക്കണം. ഇതാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു അറിവും ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 4-ാമത്തെ വായനയായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെ വാക്യങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങൾ. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? യാക്കോബേ, നിന്നെ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ എന്ന് പറഞ്ഞാൽ യാബോക്ക് ഘടകം വെച്ച ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റിയല്ലോ, അന്ന് മുതൽ ഇസ്രായേൽ എന്ന്. അപ്പോൾ ഇവിടെ യഹൂദന്മാരെ മൊത്തമായിട്ട് വിളിക്കുകയാണ്, യാക്കോബേ എന്ന് വിളിക്കുകയാണ്. ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കാം, ഞാൻ അവനാണ്, ആദിയും അന്തവും. സർവ്വ ആധിപത്യവും ഒരിക്കൽ കൂടെ യാക്കോബിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവം വെളിപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആ ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവിക ചിന്തയിൽ ദൈവിക ജ്ഞാനം, ഹൃദയവിശുദ്ധി, നീതിബോധമുണ്ടെങ്കിൽ നിൻ്റെ മുമ്പിൽ ഒരു ശത്രുക്കളും ഉണ്ടാകില്ല എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന അത് പറയുന്നത്. 16-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്, ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ
ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും ഈ 3 കാര്യം ശ്രദ്ധിക്കാനായിട്ട് തീരുമാനമെടുക്കുക. അതിനുവേണ്ടി എപ്പോഴും പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ്? ചിന്തയിൽ ദൈവിക ജ്ഞാനം, ഹൃദയത്തിൻ്റെ വിശുദ്ധി, നീതിബോധം. ഈ 3 കാര്യങ്ങൾ എല്ലാ മേഖലയിലുള്ളവർക്കും വേണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും പ്രിയമുള്ളവരെ, നമ്മൾ ലേഖനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെ വാക്യങ്ങളാണ് ആദ്യത്തെ വായന. അവിടെ എനിക്ക് തോന്നുന്നത് ഈ ഗമാലിയേൽ ഈ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ മനുഷ്യനായിരുന്നു. ഈ ഹൃദയവിശുദ്ധിയും ഈ ചിന്തയിൽ ദൈവിക ജ്ഞാനവും ഒപ്പം തന്നെ നീതിബോധവുമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ ഈ ശിഷ്യന്മാരെ ആദ്യം അവർ തടവറയിലൊക്കെ ആക്കി പരീശന്മാർ. എന്നിട്ടോ അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ മോചിപ്പിച്ചു. പിന്നെയും വീണ്ടും പിടിച്ചുകൊണ്ടുവന്ന് അവർ പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അവരെ ചോദ്യം ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഗമാലിയേൽ ഇടപെടുകയാണ്. ഗമാലിയേലിനെ കുറിച്ച് പറയുന്നത് 34-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന പരിസയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ച് സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കുറേ നാളുകൾക്ക് മുമ്പ് താൻ വലിയവനാണെന്ന ഭാവത്തിൽ തേവൂദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവൻ്റെ കൂടെ ചേർന്നു. ചുരുക്കി പറയട്ടെ പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെ കാര്യത്തിലും ഇടപെടുമ്പോൾ ഒത്തിരി ദൈവിക ചിന്ത വേണം, ഒരു ദൈവഭയം വേണമെന്ന് പറയുകയാണ്. ആ പ്രവൃത്തി, അവൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിൽ നിന്നാണോ എന്ന് സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ട് വേണം ആരെയും വിധിക്കാൻ, ആരെയും കുറ്റപ്പെടുത്താൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് വളരെ ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോഴും ഒത്തിരി പ്രാർത്ഥനയോടെ, ഒത്തിരി വിവേകത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ഇടപെടുവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ. മറ്റൊരു തലത്തിൽ നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഈ ഗമാലിയേലിനെ പോലെ സത്യസന്ധത പുലർത്താനും ആഗ്രഹിക്കണം. സത്യസന്ധത. ഇവിടെ പരിസയനാണ്, എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിയമോപദേഷ്ടാവാണ്. പക്ഷെ ഈ പാവപ്പെട്ട ശിഷ്യന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അവൻ ഇടപെടുകയാണ്. ഒരു എന്താ പറയുന്നത്, വെള്ള തേച്ച ചുമരിനെ പോലെ അല്ലാത്ത ഒരനുഭവം. നമുക്ക് ആ ഭാഗം വിടാം. 2-ാമത്തെ വായന 1 കൊരിന്ത്യർ 2:14 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 3 വരെ വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. അവിടെയും ഇതുപോലെ തന്നെ പൗലോസ്ലീഹ പറയുന്നത്, രണ്ടാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. അതൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ലൗകിക മനുഷ്യനാണോ ആത്മീയ മനുഷ്യനാണോ? നമ്മൾ പള്ളിയിൽ പോകുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ഒന്നും കൂടി നമ്മൾ മുന്നോട്ട് ചിന്തിച്ചാൽ കുർബാന അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ ലൗകിക മനുഷ്യനാണോ എന്ന് പരിശോധിക്കാൻ ഒരുപാട് ഭാരപ്പെടുകയൊന്നും വേണ്ട. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ മതി. 2-ാം അധ്യായത്തിന് 15, ലോകത്തെയോ ലോകത്തിലെയോ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടായിരിക്കില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യേക ലോകത്തിൻ്റെയാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നതായിട്ട് ഇന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15, 16, 17 ഈ 3 വാക്യങ്ങൾ വായിച്ച് ഒന്ന് ധ്യാനിച്ചാൽ നമ്മൾ ലൗകികനാണോ ആത്മീയനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ലൗകികനായിരിക്കുമ്പോൾ തന്നെ, പക്കാ ലൗകികനായിരിക്കുമ്പോൾ തന്നെ ആത്മീയനാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും. പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ പുറത്തേക്ക് വരുന്ന ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയണം.
ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലൗകിക മനുഷ്യൻ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആത്മീയ മനുഷ്യനാണ്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ആത്മീയ മനുഷ്യനാണെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെയുള്ള ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ജഡിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളെപ്പോലെയും എന്നതുപോലെയാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. കൊരിന്ത്യക്കാരോട് പറയാണ്, നിങ്ങളോട് ഒരു പക്വതയുള്ള മനുഷ്യരോട് ഇടപെടുന്നത് പോലെ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ജഡീക മനുഷ്യരോടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ പോലെയുള്ള പൈതങ്ങളെ പോലെയുള്ള അനുഭവത്തിലുള്ളവരോട് ആ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്താണ്, ജഡീക മനുഷ്യൻ്റെ ഇടയിൽ ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങൾ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്ന്, ചിലർ അപ്പോളോസിൻ്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത്? ഈ വൈരാഗ്യ വിദ്വേഷങ്ങളൊക്കെ ഇന്ന ഗ്രൂപ്പിൻ്റെ ആളാണ്, ഇന്ന വ്യക്തിയുടെ ആളാണ്, ഇന്ന സഭയുടെ ആളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ചൈതന്യവും ചിന്തയിൽ ദൈവിക ജ്ഞാനവും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ ജഡിക മനുഷ്യരോടെന്ന പോലെയാണോ ഇപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് തോന്നുന്നത് എന്ന്? അപ്പോൾ ഓരോ സുവിശേഷ വായന കേൾക്കുമ്പോഴും ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും ഞാൻ വളരുന്നുണ്ട്, എന്നിൽ ആത്മീയ മനുഷ്യൻ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇടയാകണം. അസൂയയും തർക്കങ്ങളുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്ന് വായിച്ചോട്ടെ. ഇനി നമ്മൾ സുവിശേഷത്തിലേക്ക് വരുവാണ്. സുവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെ വാക്യങ്ങളാണ്. അവിടെ ഫരിസയരുടെയും സദുക്കാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ സന്ധ്യാവായനയിൽ ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 34 മുതൽ 36 വരെ വാക്യങ്ങളും 15-ാം അധ്യായത്തിൻ്റെ 11 വരെ വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ നടക്കുകയാണ്. യേശുവിൻ്റെ അടുത്ത് എന്താ പറയുന്നത്, ഗനേസരത്തിൽ എത്തി ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു ഗനേസരത്തിൻ്റെ അടുത്ത് ഗനേസരത്തിൽ വന്നപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഒരു വലിയ സൗഖ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രവൃത്തിയായി മാറുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. ഒത്തിരി പേര് പല ദേശങ്ങളിൽ നിന്ന് വരാൻ അവിടെ ഇടയായി. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു തലയിൽ കവിച്ച് പ്രാർത്ഥിക്കണമെന്നോ യേശു തൊടണമെന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല, അതിന് മാത്രം തിരക്കാണ്. പക്ഷേ ആ വിളുമ്പെന്ന് പറയുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉപയോഗിക്കുന്ന ഷാളിൻ്റെ അറ്റം എന്ന് പറയുന്നുണ്ട്, പ്രാർത്ഥനാ കുപ്പായത്തിൻ്റെ അറ്റമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതിയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ അവിടെ വന്നു. അവരെ എല്ലാവരെയും യേശു സുഖപ്പെടുത്തി. ഇത് അനുഭവം ശിഷ്യന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഓരോ രോഗിയും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുമ്പോൾ അത് അവർക്ക് വിശ്വാസത്തിൻ്റെ അനുഭവമാണെങ്കിൽ, അവരുടെ അടുത്തത് കൊണ്ട് കണ്ടും വീക്ഷിച്ചൊക്കെ ഇരിക്കുന്ന ഫരിസയർക്ക് ഇത് അശുദ്ധന്മാരുടെ സ്പർശനമായിട്ടാണ് തോന്നുന്നത്. യേശുവിനെ അശുദ്ധന്മാർ വന്ന് സ്പർശിക്കുന്നു. അതുകൊണ്ട് ഈ സ്പർശനം പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇവനെ കൊന്നുകളയണം, ഇവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അശുദ്ധനാകുകയാണ് എന്ന് പറഞ്ഞ് അവിടെ യേശുവിനെ വിരുദ്ധമായിട്ട് ചിന്തിക്കുകയാണ്.
അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11-12 വാക്യങ്ങൾ പറയുന്നുണ്ട്, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറി അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ ശരീരസ്പർശമേറ്റ, പൗലോസ് മുഖം തുടച്ച തുവാലകളോ അല്ലെങ്കിൽ അംഗവസ്ത്രങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് രോഗികളുടെ മേലിട്ടു. അതുകൊണ്ടായിരിക്കാം സഭയിൽ നിന്നും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധ അമ്മയുടെയൊക്കെ വസ്ത്രങ്ങളുടെയൊക്കെ ശകലങ്ങൾ സൂക്ഷിച്ചിട്ട് മനുഷ്യർ പ്രാർത്ഥിക്കും, അവിടെ വന്ന് വണങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു. കാരണം അവർ ജീവിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കാം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ രോഗികളെ വീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. പത്രോസിൻ്റെ നിഴലെങ്കിലും അടിച്ച് സൗഖ്യം കിട്ടുന്ന. അതിന് 16-ാമത്തെ വാക്യം, അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. അപ്പോൾ ഇത് യേശു ക്രിസ്തുവിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും ഈ അത്ഭുതങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ. പ്രത്യേകിച്ച് പല രോഗാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരും ഒരുപാട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ എത്രയോ സൗഖ്യദായകമായ ശുശ്രൂഷയാണ്, എത്രയോ ആനന്ദം നിറഞ്ഞൊരു ശുശ്രൂഷയാണ്. പലവിധ രോഗത്തിലൊക്കെ വന്നിരിക്കുന്നവർ രോഗം ഭേദമായി അവർ ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുന്ന അനുഭവം വളരെ വലുതാണ്, നിസ്സാര കാര്യമല്ലത്. പ്രത്യേകിച്ച് ആ രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ വന്ന് സ്പർശിച്ചു പോകുമ്പോൾ അത് വളരെ വളരെ എന്താ പറയുന്നത്, വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത്രയും അത്ഭുതങ്ങൾ അവിടെ നടന്നു, ഒത്തിരി ആളുകൾ സൗഖ്യപ്പെട്ടു. ഇതൊന്നും ഈ പരീശന്മാരെക്കുറിച്ച് നിയമജ്ഞരെക്കുറിച്ച് ബാധിക്കുന്ന കാര്യമല്ല. അവർ യേശുക്രിസ്തുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി തർക്കിക്കുകയാണ് യേശുവിനോട്. അവർ പറയുന്നുണ്ട്, ശിഷ്യന്മാർ പൂർവിക പാരമ്പര്യം അനുസരിച്ച് ലംഘിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. പാരമ്പര്യത്തെക്കുറിച്ച് തർക്കിക്കുകയാണ്, ആന്തരികവും ബാഹ്യവുമായ അശുദ്ധി. ഇവിടെ യഹൂദന്മാർ 2 തരത്തിലാണ് നിയമത്തെ സമീപിച്ചതെന്ന് പറയുന്നത്. ധാർമ്മിക നിയമങ്ങളുടെ സംഹിതയെ അവർ ഹലാക്ക എന്ന് വിളിച്ചു, അതിൻ്റെ വ്യാഖ്യാനത്തെ ഹഗദ എന്നും വിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിതാക്കന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുകയാണ്. ആ യേശു ക്രിസ്തു ആകട്ടെ മോശ വഴി കൊടുത്ത ദൈവിക നിയമമായ തോറയോട് വിശ്വസ്തത അത് 100% പുലർത്തിയിരുന്നു. എന്നാൽ ഈ മാനുഷികമായിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട്, അത് ഹലാക്ക, അത് ശിഷ്യന്മാർ ലംഘിച്ചപ്പോൾ യേശു അവരോട് പറയുന്നത്, പരീശന്മാരോട് പറയുന്നത്, പൂർവികരുടെ പാരമ്പര്യത്തേക്കാൾ ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് കൃത്യം എന്ന് പറയുന്നു. പൂർവികരുടെ പാരമ്പര്യത്തേക്കാൾ ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നു. ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ, ആ കുറ്റം ചുമത്തുമ്പോൾ യേശു പറയുന്നു വേറൊരു കുറ്റമാണ് അവരുടെ 4-ാമത്തെ കൽപ്പനയായ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന കൽപ്പന അവർ ലംഘിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നു. പ്രഭാത വായന അതിൻ്റെ തുടർച്ചയാണ്. 15-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെ വാക്യങ്ങൾ, 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിയമജ്ഞരെയും 10-11 വാക്യങ്ങളിൽ ജനക്കൂട്ടത്തെയും 12 മുതൽ 14 വരെ വാക്യങ്ങൾ ശിഷ്യന്മാരെയും
15 മുതൽ 20 വരെ വാക്യങ്ങൾ പത്രോസിനെ യേശു ബുദ്ധി ഉപദേശിക്കുകയാണ്. ആരൊക്കെയാണ്? നിയമജ്ഞരെ ബുദ്ധി ഉപദേശിക്കുന്നു, ജനക്കൂട്ടത്തെ ബുദ്ധി ഉപദേശിക്കുന്നു, ശിഷ്യന്മാരെ ബുദ്ധി ഉപദേശിക്കുന്നു, പത്രോസിനെയും ബുദ്ധി ഉപദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ വായിച്ചുകൊള്ളണം. 15-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെ തിരുവചനങ്ങൾ. ബാഹ്യവും അനുഷ്ഠാനപരമായ ശുദ്ധിയല്ല, ഹൃദയശുദ്ധിയാണ് പരമപ്രധാനമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. അപ്പോൾ പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഫരീസയർക്ക് ഇത് ഇടർച്ചയുണ്ടാക്കിയെന്ന് പറയാണ്. ഈ പഠിപ്പിക്കൽ ഫരീസയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും എന്ന് പറഞ്ഞാൽ ഫരീസയരുടെ ഉള്ളിൽ പിതാവ് നടാത്ത ചെടികളാണെങ്കിൽ അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം കൊണ്ട് എടുത്തു മാറ്റപ്പെടും എന്ന്, അതിന് ദൈവാത്മാവ് പ്രവർത്തിക്കുമെന്ന് യേശു പറയുകയാണ്. ഇവിടെ ഫരീസയർ സദൂക്കായർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആശയപരമായിട്ട് രണ്ട് കൂട്ടരും രണ്ട് തരത്തിലാണ്. എന്നാൽ യേശു എന്ന ഒരു പൊതുശത്രു അവർ മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടു കൂട്ടരും ഒന്നിക്കുകയാണ്. അതുകൊണ്ടാണ് ഫരീസയരും സാദൂക്യരും വന്ന് ചോദിക്കുന്നത്. ഫരീസയരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, സാധാരണക്കാരിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നവർ എന്നാണ്. വേർതിരിക്കുക എന്നാണ് അവരുടെ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. വേർതിരിക്കുക, സാധാരണക്കാരിൽ നിന്ന് വേർതിരിഞ്ഞിരുന്നു, അവർ താമസിച്ചു. അവർ തോറായ്ക്ക് പുറമേ പ്രവാചക ഗ്രന്ഥങ്ങളും മറ്റ് ലിഖിതങ്ങളും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള പാരമ്പര്യങ്ങളൊക്കെ അവർ കാത്തു പരിപാലിച്ചു പോന്നു. മരിച്ചവരുടെ ഉയർപ്പ്, മാലാഖമാരുടെ അസ്തിത്വം, ആത്മാവിൻ്റെ അമർത്യത എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം എന്നിവയിലൊക്കെ അവർ വിശ്വസിച്ചു വന്നു. ഇതാണ് പരീശര്. എന്നാൽ സാധുക്യരാകട്ടെ, സദുക്കായരെപ്പോഴും അവരെക്കുറിച്ച് പറയുന്നത് അവർ വലിയ പ്രഭു കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. എപ്പോഴും അവർ ഭരണപക്ഷത്തിന് സ്തുതി പാടുന്നത് അവസരവാദികളായിരുന്നുവെന്ന് ചിലർ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർക്ക് ഈ തോറ നിയമം മാത്രമാണ് ഇവരുടെ വേദ പുസ്തകം. മാലാഖമാരുടെ അസ്തിത്വം, മരണാനന്തര ജീവിതം എന്നിവയിൽ അവർക്ക് വിശ്വാസമില്ല. ഇത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 23-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അത് നിങ്ങൾ വായിച്ച് പഠിച്ചോളണം. അപ്പോസ്തല പ്രവർത്തനം 23-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അവിടെ പൗലോസിനെ സാധുക്യരും മറ്റ് പരീശന്മാരും കൂടി കൊണ്ടുവന്ന് കുറ്റപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചാണെന്ന് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ അവിടെ രണ്ടു കൂട്ടരും ചേരിതിരിഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ഒരു കൂട്ടർ ഫരിസയർ പൗലോസിൻ്റെ കൂട്ടത്തിൽ ചേർന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളത് ഓർത്തുകൊള്ളണം. ബാഹ്യമായി പിതാവ് നടാത്ത ചെടികൾ, പിതാവ് നടാത്ത ചെടികൾ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു ആധ്യാത്മിക പ്രകടനങ്ങളല്ല, ആന്തരിക വിശുദ്ധിക്ക് വേണ്ട നിയമങ്ങൾ, ദൈവിക, വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ചിന്തയിൽ ദൈവിക ജ്ഞാനം, ഹൃദയത്തിൻ്റെ പരിശുദ്ധി, നീതിബോധം, എല്ലാവരും തുല്യരാണ്, ദൈവമുമ്പാകെ എല്ലാവരും തുല്യരാണ്, ഈ നീതിബോധം ഇതാണ് വേണ്ടതെന്ന് പറയുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് 16-ാം അധ്യായത്തിൻ്റെ ഏവൻഗേലിയൻ ഭാഗമായിട്ട് വരുന്നത്. 5 മുതൽ 12 വരെ വാക്യങ്ങൾ. എന്താണ്? യേശു മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ട അപ്പകഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസയരുടെയും സദുക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളിച്ചതെന്ന് അവർക്കപ്പോൾ മനസ്സിലായി. പ്രബോധനമാണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമ്മുടെ പ്രബോധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പ്രബോധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും സൂക്ഷിക്കണം. ഈ പുളിമാവിന് ബൈബിൾ വ്യാഖ്യാതാക്കൾ 2-3 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, എന്താണ് പുളിമാവെന്ന് ചോദിച്ചാൽ അത് ഫരിസായരുടെ കാപഢ്യമാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് അത് വ്യാജ പ്രബോധനമാണെന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് പുളിമാവെന്ന് പറഞ്ഞാൽ അഴിമതിയാണ് എന്ന് പറയുന്നുണ്ട്. അഴിമതി. ഇതൊക്കെ യഹൂദന്മാരുടെ പ്രബോധനങ്ങൾ കാണാം. അപ്പോൾ ഈ കാപഢ്യത്തിൻ്റെയും വ്യാജ പ്രബോധനത്തിൻ്റെയും എന്താ പറയുന്നത്, അഴിമതിയുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് മാറി ജ്ഞാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും നീതി കൊണ്ടും ജീവിക്കാൻ ഒരു ജാഗരൂകത വേണം എന്ന് പറയുകയാണ്. ഞാനിവിടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതിനോട് ചേരുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജാഗരൂകരായിരിക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റുന്നൊരു കഥയാണ്. നാരദനെ പറ്റിയുള്ള ഒരു കഥയാണ്. നാരദൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സ്ഥിരം പറയുന്നൊരു വാക്കാണ്, നാരദൻ്റെ പണി എടുക്കരുത് എന്ന് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അത് കഥ എങ്ങനെയാണ്? ഒരിടത്തൊരു ജ്യേഷ്ഠനും അനുജനും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്നിരുന്ന അക്കാലത്ത് ഒരു കാര്യം കൊണ്ടും അവരെ സത്യത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആരെന്ത് പണി ചെയ്താലും എന്ത് ഭാരം വച്ചാലും അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഐക്യവും ഒരുമയും നാരദനെ അസൂയാലുവാക്കിയെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അവരെ തമ്മിൽ തെറ്റിക്കാൻ അയാൾ തീരുമാനിച്ചു, നാരദൻ തീരുമാനിച്ചു. എന്നിട്ട് ഒരു ദിവസം ഊണ് കഴിഞ്ഞ് വരാന്തയിൽ ഒരറ്റത്ത് ജ്യേഷ്ഠനും വരാന്തയുടെ മറ്റേ അറ്റത്ത് അനുജനും ഇരിക്കുകയായിരുന്നു. നാരദൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട്, പ്രിയമുള്ളവരെ, സ്വകാര്യമായൊരു കാര്യം പറഞ്ഞു. സിമ്പിളായൊരു കാര്യമാണ്. നെല്ല് കുത്തിയാൽ അരിയാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് നാരദൻ പോയി. നാരദൻ സ്ഥലം വിട്ടപ്പോൾ അനുജൻ ചേട്ടനോട് ചോദിച്ചു, അയാൾ എന്താണ് പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞു, നെല്ല് കുത്തിയാൽ അരിയാകുമെന്നാണ് അയാൾ പറഞ്ഞത്. ജ്യേഷ്ഠൻ്റെ മറുപടി കേട്ട് അനുജന് ദേഷ്യം വന്നു. അതാർക്കാണ് അറിയാത്തത്? നെല്ല് കുത്തിയാൽ അരിയാകുന്ന ആർക്കാണ് അറിയാത്തത്? അപ്പോൾ അനുജൻ ഇങ്ങനെ മനസ്സിൽ വായിച്ചു, അതല്ല, മറ്റെന്തെങ്കിലും ആയിരിക്കണം അയാൾ പറഞ്ഞത് എന്ന് അനുജൻ ഓർത്തു. ജ്യേഷ്ഠൻ എന്നിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുകയാണ്. ഇത് അനുജൻ ചിന്തിച്ചുകൊണ്ട് അവർ മനസ്സുകൊണ്ട് തമ്മിലാകുന്നു. ഈ കഥ അങ്ങനെയാണ് പറയുന്നത്, മനസ്സുകൊണ്ട് തമ്മിലാകുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നാരദൻ അനുജൻ്റെ ചെവിയിൽ ഒരു കാര്യം മന്ത്രിച്ചു. എന്താണ് മന്ത്രിച്ചത്? അത് സിമ്പിളായ ഏരിയ, അരി വെച്ചാൽ ചോറാകും എന്ന് പറഞ്ഞു. അരി വെച്ചാൽ ചോറാകും. അപ്പോൾ തീർച്ചയായിട്ടും അനുജൻ ചേട്ടനോട് ചോദിച്ചു കാണുമല്ലോ എന്താണ് സംസാരിച്ചത്. അപ്പോൾ അനുജൻ പറഞ്ഞിട്ടുണ്ടാവും. ചേട്ടൻ അനുജനോട് ചോദിച്ചപ്പോൾ അനുജൻ പറഞ്ഞിട്ടുണ്ടാകും, അരി വെച്ചാൽ ചോറാന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ സത്യത്തിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണക്കമായി. അവർ വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചു. ഇത് സത്യത്തിൽ നാരദൻ്റെ ഒരു വ്യാജ പ്രബോധനം. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനനിയന്മാരുടെ ഇടയിൽ, ആങ്ങളപെങ്ങന്മാരുടെ ഇടയിൽ, മാതാപിതാക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുശുമ്പും കുണ്ടായ്മയൊക്കെ പറഞ്ഞ് ഈ പുളിച്ച മാവ്, വലിയ തത്വജ്ഞാനങ്ങളോ വലിയ ആശയ സംഘടനകളൊന്നും അല്ല നമ്മുടെ ഇടയിൽ പ്രശ്നമാകുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ, നമ്മുടെ ഇടപെടലിൽ ഈ നാരദൻ ഈ പുളിച്ചതിനെ സൂക്ഷിക്കാനുള്ള ഒരു കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കണം. ആരെ എന്ത് എവിടെയെങ്കിലും പറഞ്ഞോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എൻ്റെ സ്നേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. എന്നിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൈവത്തിൻ്റെ ഛായയും അവൻ്റെ സദൃശ്യവും നൽകിയിട്ടുള്ള ആ ദിവ്യജ്ഞാനവും ആ ഹൃദയവിശുദ്ധിക്കും ആ നീതിബോധത്തിനും ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള വിവേകമുണ്ടായിരിക്കാം. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ യഹൂദരും വിജാതീയരും തമ്മിലുള്ള മേശക്കൂട്ടായ്മയിൽ ഒരപ്പം. യേശു മതി, യേശു മാത്രമേ
ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നുള്ള ഒരു ചിന്തയാണ് ഇതിലൂടെ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഫരീസേൻ്റെ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രബോധനങ്ങൾ വേണ്ട, ഞങ്ങൾ തരുന്ന പ്രബോധനങ്ങളാ മതി എന്ന് പറയുമ്പോൾ അവിടെ കലക്കത്തിൻ്റെയും അഴിമയുടെയും കാപട്യത്തിൻ്റെയും ഒക്കെ പൂർണ്ണരൂപമാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ആ പൂർണ്ണരൂപത്തിലേക്ക് പോകാതെ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരേ ഒരു അപ്പം മതി, അത് യേശുവാകുന്ന അപ്പം എന്ന് തീരുമാനത്തിലെത്തുക. ആ അപ്പത്തെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കാൻ, ആ അപ്പത്തെ വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങളിലൂടെ സ്വീകരിക്കാൻ, ആ അപ്പത്തെ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ ദൈവമുഖമുണ്ടെന്നുള്ള ചിന്തയോടുകൂടി സ്വീകരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ചിന്തയിൽ ദൈവിക ജ്ഞാനവും ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഒപ്പം തന്നെ എല്ലാവരും തുല്യരാണെന്നുള്ള ദൈവത്തിൽ എല്ലാവരും തുല്യരാണെന്ന നീതിബോധത്തോടുകൂടെയും പഴയ നിയമത്തെ പുസ്തകങ്ങളിൽ നിന്ന് ഞങ്ങൾ വായിച്ചതും ലേഖനങ്ങളിൽ നിന്ന് വായിച്ചതും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിച്ചതും 3 സുവിശേഷ ഭാഗങ്ങൾ വായിച്ചതുമെല്ലാം ഞങ്ങൾ നോക്കി പരിശോധിക്കുമ്പോൾ ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം യേശു ക്രിസ്തുവാകുന്ന ആ ഒരേ അപ്പത്തിൻ്റെ അംശികളായിരിക്കണമെന്ന്, യേശു ക്രിസ്തുവാകുന്ന ആ ഒരേ ഒരു അപ്പത്തിൻ്റെ പൂർണ്ണരൂപം സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കുന്നു. യേശുവേ, ഈ വരുന്ന കുർബാന എൻ്റെ ജീവിതത്തിൽ പൂർണ്ണത അനുഭവിക്കുന്ന ഒരാരാധനയായി, കുർബാന അനുഭവമായി തീരണമേ. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കൃപയും ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവേ, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ നിഴലടിക്കുന്നതും അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്നതൊക്കെ നാനാജാതി മതസ്ഥരായ സകലർക്കും അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ അങ്ങയെ തൊട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ നൽകണമേ. നാളെ ഇന്നുവരെ വസ്ത്രമെല്ലാം അങ്ങ് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചു. എന്നിട്ടോ രോഗം മാറുകയല്ല, ഞങ്ങൾ പലപ്പോഴും രോഗികളും ആകുലരും മരണം വരെ പ്രാപിച്ചവരായി മാറിപ്പോയിരിക്കുന്നു കർത്താവേ. അതുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പരിശോധിച്ചിട്ട് വേണം കർത്താവിൻ്റെ അപ്പത്തെ സ്വീകരിക്കാൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ അയോഗ്യതയുടെ അപ്പം ഭക്ഷിക്കുന്നവൻ രോഗിയും മരണത്തിനും മരിച്ചു പോകാനും കാരണമാകുമെന്ന ആ വാക്കുകൾ ഓർക്കുന്നു. യോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുവാൻ ഹൃദയത്തിൽ വിശുദ്ധിയും ചിന്തയിൽ അവിടുത്തെ ജ്ഞാനവും നീതിബോധവും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.